ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്കാണെങ്കിലും ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ യൂത്ത് മൊബിലിറ്റി വിസ ആവട്ടെ, ഏത് വിസയിൽ വരുന്നവർക്കുള്ളൊരു ഡൗട്ടാണ് ഇവിടെ വന്ന ജോലി കിട്ടാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ജോലി തേടുന്നത്, ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ യൂത്ത് മൊബിലിറ്റി വിസയുടെ വീഡിയോ ചെയ്തപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ജോലി കിട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഫുൾ എല്ലാവരും കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല ലിങ്ക്ഡിനിൽ. ആ രീതിയിലുള്ളൊരു സാലറി ആനുവലി കിട്ടും. സ്കിൽ സെറ്റ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള സ്കിൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിസ എക്സ്പയറി ഡേറ്റ് നമുക്കുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. ഇപ്പം നല്ല ബുദ്ധിമുട്ടാവും ഇവിടെ വരുമ്പോൾ. ചിലപ്പോൾ ജോലി കിട്ടാണ്ട് ആ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ് അണ്ടിൽ യു ഗെറ്റ് വൺ. അപ്പോൾ ആനന്ദിനെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസിൽ മിക്കുള്ളവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂത്ത് മൊബിലിറ്റി വിസയിലാണ് വന്നിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും പറയണമെന്നില്ല, നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ ആനന്ദിന് എത്ര നാളെടുത്തു, ഇവിടെ എത്തിയതിന് ശേഷം എത്ര നാളെടുത്തു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്? ഇവിടെ ഞാൻ വന്നിട്ട് എനിക്കൊരു 3-4 മാസം എടുത്തു സത്യം പറഞ്ഞ്. ആദ്യം ഞാൻ നാട്ടിലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നതിന് ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ ഫീൽഡിൽ കിട്ടിയില്ല. ഞാൻ പഴയ വീഡിയോ പറഞ്ഞ പോലെ. പക്ഷേ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു നമ്മുടെ ഫീൽഡിൽ ഒരു ജോലി കിട്ടാൻ. ആദ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു വെയർ ഹൗസിൽ കയറി. പിന്നെ അവിടെ ഒരു മാസം വർക്ക് ചെയ്തു. 1 മാസം വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫീൽഡിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും ലിങ്ക്ഡിനിൽ കയറി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ചിലർ വിളിക്കും, ചിലർ വിളിക്കില്ല. അങ്ങനെ എല്ലാം നമുക്ക് കിട്ടിയെന്ന് വരില്ലല്ലോ. അതുപോലെ ചിലർ വിളിക്കും, ചിലർ വിളിക്കില്ല. വിളിക്കുന്നവർക്ക് നമ്മുടെ യൂത്ത് മൊബിലിറ്റി വിസ 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ചിലർ അത് എടുക്കും. എന്നിട്ട് ചിലർക്ക് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും. ചിലപ്പോൾ ഇൻ്റർവ്യൂ കിട്ടും. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഡിസംബറിൽ ഞാൻ ഇവിടെ വന്നിട്ട് ജാനുവരി ഞാൻ ഫുൾ ട്രൈ ചെയ്തു. ഫെബ്രുവരിയിലായപ്പോൾ ഞാൻ വെയർ ഹൗസിൽ കയറി. എന്നിട്ട് 1 മാസം വെയർ ഹൗസിൽ ഇരുന്നുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യായിരുന്നു എൻ്റെ ഫീൽഡിൽ തന്നെ. അപ്പം ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ ഫീൽഡിൽ തന്നെ കിട്ടി. അങ്ങനെ ഞാൻ മാർച്ച് ഒക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു എത്ര ആപ്ലിക്കേഷൻ അയച്ചു കാണും ഈ ഫീൽഡിൽ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫീൽഡിൽ തന്നെ എത്ര ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരിക്കും? അയ്യോ, അതങ്ങനെയൊക്കെ കണക്ക് പറയാൻ പോയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എണ്ണാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്നവരെ നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ സൗണ്ട് ക്ഷമിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്ന അത്രയും നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പം ചിലപ്പം ഒരു 100 എണ്ണം അയച്ചാലൊക്കെ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു 10 എണ്ണമൊക്കെ അവർ തിരിച്ച് വിളിക്കുന്നത്. ആ 10 എണ്ണത്തിൽ പിന്നെയും ഫിൽറ്റർ ചെയ്ത് ഒരു 5 എണ്ണം വല്ലതും നമുക്ക് വീണ്ടും ഒരു കോൾ വരും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആവും. എന്നിട്ട് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ പോവും, പിന്നെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആക്കത്ത് പോലും ഇല്ല. അതിൽ പിന്നെ അവസാനം 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം വല്ലതും ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആവും. ആ 2 എണ്ണത്തിൽ ഇരിക്കുമ്പോൾ 1 എണ്ണം വല്ലതും സെക്കൻഡ് റൗണ്ടിൽ പോവും. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് കിട്ടും. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടണം എന്നുള്ളതാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. അത്രയേ ഉള്ളൂ. ഇവിടുത്തെ CV-യും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ CV-യുടെ ആ മോഡൽ തന്നെയാണോ, അതോ ഇവിടെ ഡിഫറെൻ്റ് ആണോ CV റെഡിയാക്കേണ്ടത്? അത് എത്രയും CV എന്ന് പറയുന്ന കാര്യം എത്രയും നമുക്ക് ജോബ് കിട്ടുന്നതിനെ ഹെൽപ്ഫുൾ ആക്കും? CV നമ്മുടെ നാട്ടിലുള്ള പോലെ നാട്ടിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ റെസ്യൂമേ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാം ഇങ്ങനെ ബ്രീഫ് ചെയ്ത് എഴുതി വയ്ക്കും. ഒരു 2 to 3 പേജസ് അത്രയൊക്കെ നമ്മൾ ചെയ്ത് വയ്ക്കും. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ച ഇവിടെ വന്നു. അപ്പോൾ റെസ്യൂമൊക്കെ ശരിയാക്കി വന്നു. ഇവിടെ വന്നപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു റെസ്യൂമേ ഫോമാറ്റ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ആക്ച്വലി അത് 2 പേജസിൻ്റെ മേലെ ഒരു റെസ്യൂമേ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ കളർഫുൾ ആവാൻ പാടില്ല. ഫോട്ടോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നോർമൽ റെസ്യൂമേ, നമ്മൾ ആരാണെന്ന് അവരെ നല്ല രീതിയിൽ, ഭയങ്കര ചെറിയൊരു രീതിയിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ അവരെ ബോധിപ്പിക്കണം. അതാണ് അവർ മെയിൻലി നോക്കുന്നത്. അവർക്കിങ്ങനെ ഇരുന്ന് വായിക്കാനൊന്നും അവർക്ക് സമയമില്ല. നമ്മുടെ സ്ട്രെങ്സ് എന്താണ്, നമ്മുടെ സ്കിൽ എന്താണ്, സ്കിൽ സെറ്റ് എന്താണ്, അതെല്ലാം നമ്മൾ ഒരു 2 പേജസിൽ ഒരു നോർമൽ ഫോർമാറ്റിൽ വലിയ കളർഫുൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. അതാണ് ഇവിടെ ആൾക്കാർ മെയിൻലി നോക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പം
മെയിൻലി ഒരു കാര്യം നോക്കണം. ഇവിടെ ഒരു ATS എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഒരു ലിങ്ക്ഡിനിൽ കയറി ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ ആ അപ്ലൈ ചെയ്യുന്ന കമ്പനി ആ ATS ഫോമാറ്റിൽ കൂടെ നമ്മുടെ റെസ്യൂമേനെ കയറ്റി വിടും. എന്നിട്ട് അവർക്ക് വേണ്ടാത്ത കീവേഡ്സ് ഉണ്ടെങ്കിലും അതല്ല വലിയ നല്ല ഫോർമാറ്റിലല്ല, അതല്ല 2 പേജസിൻ്റെ മേലെയൊക്കെ ആണെങ്കിൽ നമ്മുടെ റെസ്യൂമെ തനിയെ അവർ പോലും അവരുടെ കയ്യിൽ എത്തണേ മുന്നേ ATS നമ്മളെ റിജക്റ്റ് ചെയ്ത് വിടും. മനസ്സിലായോ? അങ്ങനെ. പിന്നെ മെയിൻ ഒരു കാര്യം, ഇവിടെ CV-യിൽ നമ്മൾ ഫോട്ടോ വെക്കാനായിട്ട് പാടില്ല. ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ല. അത് പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നാട്ടിൽ അത് പൊതുവെ വെക്കാറുണ്ട്. പിന്നെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ നാട്ടിലെ പോലെ നേരിട്ട് പോയിട്ടാണോ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സൈറ്റ്സ് ഒക്കെ ഇൻഡീഡ് പോലത്തെ ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് സജസ്റ്റ് ചെയ്യും? ഞാൻ മെയിൻലി യൂസ് ചെയ്തത് ലിങ്ക്ഡിൻ ആയിരുന്നു. ഞാൻ ഇൻഡീഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം ലിങ്ക്ഡിൻ ആയിരുന്നു. ലിങ്ക്ഡിൻ തന്നെ എന്നെ കുറേ സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാനേ പറയുള്ളൂ. അപ്പോൾ ലിങ്ക്ഡിൻ ചുമ്മാ നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ലിങ്ക്ഡിനിൽ പ്രോപ്പറായിട്ട് ഇവിടെ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിൽ അതേ രീതിയിൽ നമ്മൾ ആരാന്നത് ഷോക്കേസ് ചെയ്ത് കാണിക്കാൻ പറ്റണം ആ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് പൈസ കൊടുത്ത് ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ശരിയാക്കാൻ നോക്കും, അവരുടെ സ്കിൽ സെറ്റൊക്കെ ആഡ് ചെയ്യും, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഒരു ദിവസം പോലും വേണ്ട, ഒരു ഹാഫ് എ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളേ ഉള്ളൂ. നമ്മുടെ സ്കിൽ സെറ്റ് ആഡ് ചെയ്യുക, നമ്മുടെ എഡ്യൂക്കേഷൻ ആഡ് ചെയ്യുക, നമ്മുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക, പിന്നെ ഒരു നല്ല സമ്മറി വയ്ക്കുക, പിന്നെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് വെക്കുക. മെയിനായിട്ട് നോക്കേണ്ട കാര്യം ലിങ്ക്ഡിൻ പ്രീമിയം എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അതിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അത് മനസ്സിലാക്കിയത്. ലിങ്ക്ഡിൻ പ്രീമിയം എടുത്താൽ വളരെ ഉപയോഗമായിരിക്കും. കാരണം നമുക്ക് ഹയറിംഗ് മാനേജേഴ്സുമായിട്ട് കൂടുതൽ നമുക്ക് ഇടപഴകാൻ പറ്റും. അപ്പം ഏറ്റവും നല്ലത് ചുമ്മാ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുത്തിട്ട് അതിലിങ്ങനെ മെസ്സേജ് അയക്കാൻ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്ര ഒരു 5 മെസ്സേജ് 5 ഹയറിംഗ് മാനേജേഴ്സിന് അയച്ചു കഴിഞ്ഞാൽ അത് തീരും, പിന്നെ നമുക്ക് അയക്കാൻ പറ്റില്ല. അപ്പം പ്രീമിയം എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ഹയറിംഗ് മാനേജേഴ്സിനും പോയിട്ട് നമുക്ക് അങ്ങോട്ട് തേടാൻ പറ്റും. എന്താണ് ഓപ്പർച്യൂണിറ്റി, വല്ല ജാവ എന്തെങ്കിലും നിങ്ങളുടെ ഫീൽഡ് എന്താണ്, ആ ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പം ഞാൻ ഞാനത് അറിഞ്ഞില്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അത് അറിഞ്ഞു. പിന്നെ ഞാൻ പ്രീമിയം എടുത്തിട്ട് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ നമുക്ക് കൂടുതൽ ഹയറിംഗ് മാനേജേഴ്സുമായിട്ട് കമ്പനി ആവാൻ പറ്റും, നമുക്ക് കാര്യം ചോദിക്കാൻ പറ്റും. അങ്ങനെ കുറേ ഇൻ്റർവ്യൂ കോൾസൊക്കെ വന്നായിരുന്നു മെയിൻലി. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഇൻ്റർവ്യൂ എങ്ങനെയാണ്? അത് നാട്ടിൽ നിന്നും വ്യത്യസ്തമാണോ, എളുപ്പമാണോ, എങ്ങനെയാണ്? ഞാൻ നാട്ടിൽ ഇരുന്ന ഞാൻ ഒരു 3 ഇൻ്റർവ്യൂസ് ഇരുന്നായിരുന്നു. 3 ഇൻ്റർവ്യൂസിൽ ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് വരണേ മുന്നേ ഞാൻ നാട്ടിൽ ഇരുന്നതിന് ഞാൻ ആ ഇൻ്റർവ്യൂ ട്രൈ ചെയ്തായിരുന്നു. കിട്ടുന്നുള്ള വലിയ ഹോപ്പിലൊന്നും അല്ല, എന്നാലും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നാട്ടിൽ ഇരുന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അത് ഇവിടെ നോർത്തേൺ അയർലൻഡിലായിരുന്നു. അപ്പം അവിടെ ആ കമ്പനി എനിക്കൊരു ഇൻ്റർവ്യൂ സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിനിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ച് ഇവർ മെയിൻലി ഒരു സ്റ്റാർ ടെക്നിക്കാണ് അവർ ഫോളോ ചെയ്യുന്നത്. സ്റ്റാർ ഇൻ ദ സെൻസ്, അത് ഫുൾ ഫോം പറയുകയാണെങ്കിൽ സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. അപ്പോൾ ഈ ടെക്നിക്ക് ഫോളോ ചെയ്തിട്ടായിരിക്കും അവർ മെയിൻലി ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പം ഒരു കമ്പനി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ഇൻ്റർവ്യൂസും മെയിൻലി ആ ഒരു ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നിങ്ങളെപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാർ ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ എല്ലാ ഇൻ്റർവ്യൂസിനും മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാർ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി കുറച്ചും കൂടി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ സംഭവം, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാമോ, ഒരു എക്സാമ്പിൾ സഹിതം? സ്റ്റാർ ടെക്നിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ IT ഫീൽഡാണല്ലോ. അപ്പം IT ഫീൽഡിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്കൊരു സിറ്റുവേഷൻ വന്നെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു കോഡ് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിലേറ്റഡ് ഇഷ്യൂ വന്നെന്ന് വിചാരിച്ചു. ആ വരുന്ന ഇഷ്യൂവിനെ നമ്മൾ എന്ത് ചെയ്ത് അതിനെ റിസോൾവ് ചെയ്തു, ആ റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, അതിനെ നമ്മൾ ഒരു സ്റ്റാർ ഫോമാറ്റിൽ സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട് ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ആ ഇൻ്റർവ്യൂവറിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ കഴിയുമ്പം നമുക്കതൊരു ഒരു സ്റ്റോറി പോലെ ആ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ നമുക്കതൊരു
ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കസ്റ്റമർ റിലേഷൻ ആ ഫീൽഡിലൊക്കെ നോക്കുവാണെങ്കിൽ, ഒരു MBA ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രോബ്ലത്തിനെ എന്ത് ചെയ്ത് അവരത് റിസോൾവ് ചെയ്തു, എന്ത് ആക്ഷൻ ചെയ്ത് അതിനെ റിസോൾവ് ചെയ്തു, ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് അത് പറയാൻ പറ്റണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ മാർക്കോ എക്സ്പീരിയൻസും കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ അത് ആൻസർ പറഞ്ഞ് എങ്ങനെ അവരെ ബലിപ്പിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമുക്കൊരു ഇന്റർവ്യൂ കിട്ടാനുള്ള ചാൻസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരുപാട് ഇരുന്ന് വായിട്ടലൊക്കെയല്ല, നമുക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം അവർക്ക് വേണ്ട ആൻസർ ആ രീതിയിൽ നമ്മൾ സംസാരിക്കണം, ഈ ഫോർമാറ്റ് ഫോളോ ചെയ്ത് സംസാരിക്കണം. അപ്പോൾ ഈ ഇന്റർവ്യൂ എത്ര സ്റ്റേജ് ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും, ടാസ്ക് ഒക്കെ അപ്പം തന്നെ തരുമായിരുന്നോ? ഓക്കെ, അപ്പം ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ അപ്ലൈ ചെയ്തു, എനിക്ക് കുറേ കോൾസ് വരുന്നുണ്ടായിരുന്നു. ഇവിടെ മെയിൻലി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ നേരെ HR മാനേജറിനോ, HR ആരാന്നറിയില്ല, ഒരു അക്വിസിഷൻ മാനേജർ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും, നമ്മുടെ സ്കിൽ സെറ്റ് എല്ലാം ചോദിക്കും, പിന്നെ നമ്മുടെ വിസ മെയിൻലി ചോദിക്കും. അപ്പോൾ അവർക്ക് വേണ്ട സ്കിൽ സെറ്റ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനുള്ള സ്കിൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, പിന്നെ അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിസ എക്സ്പയറി ഡേറ്റ് നമുക്കുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. അപ്പം ഇപ്പം ഞാൻ എൻ്റെ കമ്പനി കയറിയപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് അവരുടെ അക്വിസിഷൻ മാനേജർ എന്നെ വിളിച്ചു, ഈ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് ഒരു പ്യോർലി ടെക്നിക്കൽ റൗണ്ടായിരുന്നു. അപ്പം ഞാൻ അവർ എൻ്റെ അടുത്ത് ജാവ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഒരു ജാവ കോഡിങ് പ്ലാറ്റ്ഫോം പോലെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾക്കൊരു ജാവ കോഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തരും, നമ്മളത് കോഡ് ചെയ്ത് നമ്മളവരെ കാണിക്കണം. അപ്പം അതെല്ലാം അവർക്ക് ഓക്കെ, ലൈവ് കോഡിങ് ആയിരുന്നല്ലോ. ലൈവ് കോഡിങ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആവും. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വന്നത്. കാരണം അവർക്ക് നമ്മളെ എടുത്ത പോലെ ആ സെയിം പൊസിഷൻ അവർ വേറെ കുറേ ആൾക്കാരെ നോക്കുന്നുണ്ട്. അവർ നമ്മളിൽ മാത്രമല്ല അവർ ഫുള്ളായിട്ട് നിൽക്കുന്നത്, ഈ ആൾ വേണം, ഈ പൊസിഷൻ ഇയാൾ തന്നെ വേണം എന്നല്ല, വേറെ പലരെയും അവർ സെയിം പൊസിഷൻ അവർ നോക്കുന്നുണ്ട്. അപ്പം അവരാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഒരു ലേറ്റ് ആവും, സ്വാഭാവികമായിട്ടും ലേറ്റ് ആവും. അപ്പോൾ ഒരു 2.5 വീക്സ് എടുത്തു എനിക്ക് ആ ഫസ്റ്റ് റൗണ്ടിൻ്റെ റിസൾട്ട് വരണം. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് ആ ഫസ്റ്റ് റൗണ്ട് ക്ലിയറായി. ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയതിനു ശേഷം എനിക്ക് സെക്കൻഡ് റൗണ്ട് ആയിരുന്നു. സെക്കൻഡ് റൗണ്ടിൽ അത് നേരെ അക്കൗണ്ട് മാനേജർ കയറുമായിരുന്നു. അപ്പോൾ അക്കൗണ്ട് മാനേജർ കയറിയിട്ട് മെയിൻലി മാനേജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വൈ ദിസ് കമ്പനി, പിന്നെ പാക്കേജ് എത്ര വേണം, ഈ പാക്കേജ് ഓക്കെ ആണോ, പിന്നെ വേറെ ഏതെങ്കിലും കമ്പനി ഇൻ്റർവ്യൂ ഇരിക്കുന്നുണ്ടോ, വേറെ ഏതെങ്കിലും പൈപ്പ് ലൈനിലുണ്ടോ, അങ്ങനെ കൂടുതലും മാനേജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞു. അപ്പം അത് മെയിൻലി ഞാനിപ്പോൾ ഈ പറഞ്ഞ കമ്പനി എൻ്റെ എക്സ് കമ്പനി തന്നെയായിരുന്നു. നാട്ടിൽ ഞാൻ ഈ സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പം കൂടുതൽ അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പം ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരുന്നു. അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ സിമ്പിളായിരുന്നു. അപ്പം വലിയ പ്രശ്നമില്ലാണ്ട് അതങ്ങ് നടന്നു. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഉറപ്പിക്കായിരുന്നു, കിട്ടിക്കഴിഞ്ഞു. ആ റിസൾട്ട് ഒരു 2 days കഴിഞ്ഞ് വന്നെങ്കിലും ഞാൻ ആ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പായി ഇത് കിട്ടിയെന്ന്. ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയണൊക്കെ എന്താണ് ഡിഫറൻസ് തോന്നുന്നത്? നാട്ടിലെ വർക്ക് കൾച്ചറുമായിട്ട് നല്ലതാണോ അതോ ചീത്തയാണോ? എന്താണ് ഒരു ഡിഫറൻസ് തോന്നുന്നത്? വർക്ക് കൾച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നല്ല സുഖമാണ് സത്യം പറയാമല്ലോ. കാരണം നാട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 9 to 6 ആണ് നമ്മുടെ ജോബെങ്കിൽ 6 കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കാറുണ്ട്. അത് ഒരു IT ഫീൽഡ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ഇരിക്കണം, നമുക്ക് കോൾസൊക്കെ കാണും. കാരണം ഓൺ സൈറ്റിൽ നിന്ന് കയറുന്നവർ, ഇപ്പോൾ US നിന്നൊക്കെ കയറുന്നവർ നമ്മുടെ 6 മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കയറുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ നമുക്ക് കോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ 6 മണി കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ 9 to 5 സിസ്റ്റമാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. 5 മണി കഴിഞ്ഞാൽ ആരും വർക്ക് ചെയ്യില്ല ഇവിടെ, എല്ലാവരും ഇറങ്ങിയിട്ട് അവരുടെ ലൈഫായിട്ട് അവർ പോവും. അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നവർ മാത്രം വർക്ക് ചെയ്താൽ മതി. കോൾസ് ഒന്നും അത് കഴിഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം, പക്ഷെ അത് ഇരിക്കേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ ഫോഴ്സ് ചെയ്യത്തുമില്ല. 5 മണി കഴിഞ്ഞ് കോളുണ്ട്, അത് ഇരിക്കണമെന്ന് ആരും ഫോഴ്സ് ചെയ്യത്തില്ല. അപ്പോൾ മെയിൻലി ഞാനൊരു UST എംപ്ലോയാണ്. അപ്പം ഞാൻ UST ഓഫീസിൽ തന്നെയല്ല പോകുന്നത്. UST ഓഫീസ് ഇവിടെ ലീഡ്സിലും ഉണ്ട്, ലണ്ടനിലും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ മെയിൻലി എൻ്റെ ക്ലൈൻറ്റ് നോട്ടിങ്ങമാണ്. ക്ലൈൻറ്റ് ഓഫീസിലോട്ടാണ് ഞാൻ നേരിട്ട് പോകുന്നത്. Capital Oneലാണ് പോകുന്നത്. അപ്പം നോട്ടിങ്ങമാണ് അവരുടെ ക്ലൈൻറ്റ് ഓഫീസ്. അപ്പം ഞാൻ മെയിൻലി ക്ലൈൻറ്റ് ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യാറ്. അപ്പം
അവിടെ ഉള്ള മെയിൻലി ഉള്ള എംപ്ലോയീസ് USD ഉള്ള എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർ ഓൺ സൈറ്റ് കിട്ടി നാട്ടിൽ നിന്ന് വന്നവരായിരിക്കും. അപ്പം ഞാൻ ഡയറക്റ്റ്ലി ഇവിടെ UK ഹയർ ആയിരുന്നു. അപ്പം കൂടുതലും നമ്മുടെ ക്ലൈൻറ്റ് ഓഫീസിൽ പോയാൽ നമ്മൾ ഇന്ത്യൻസിനെ കാണും. കാരണം USD അവർ ഓൺ സൈറ്റ് കിട്ടി വന്നവരായതുകൊണ്ട് കൂടുതൽ ഇന്ത്യൻസ് ആയിരിക്കും USD എന്നുള്ള എംപ്ലോയീസ്. പക്ഷേ ക്യാപിറ്റൽ വണ്ണിൻ്റെ ഓഫീസിൽ പോകുന്നതുകൊണ്ട് അവിടെ ഫുൾ ഒരു മിക്സഡ് ആൾക്കാർ കാണും. ഫോറിനേഴ്സ് കാണും, ഇന്ത്യൻസ് കാണും, അങ്ങനെ പല ആൾക്കാരും കാണും. അപ്പം നമുക്ക് പല ടൈപ്പ് ആൾക്കാരും കാണും. ഇന്ത്യൻസും ഉണ്ട്, ഫോറിനേഴ്സും ഉണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും കാണാം. പിന്നെ കൂടുതൽ നമ്മൾ USD ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ള അല്ലാണ്ട് അല്ലാത്ത എംപ്ലോയീസുമായിട്ട് നമുക്ക് വല്ല വർക്ക് റിലേറ്റഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഓഫീസിൽ കൂടുതലും ഇന്ത്യൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഫോറിനേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ആളുകൾക്കൊക്കെ പുതിയൊരു ജോലി സ്ഥലത്തേക്ക്, അത് സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പോൾ പാർട്ട് ടൈമിന് വരുന്നവർക്കൊക്കെ ഉള്ളൊരു പേടിയാണ്. പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് എങ്ങനെയായിരിക്കും, അത് പാടായിരിക്കും, അല്ലെങ്കിൽ മിങ്കിൾ ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ട് കാണുമോ? അപ്പോൾ അത് എങ്ങനെ തോന്നി? ഇപ്പോൾ ഫോറിനേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ആളുകളാണെങ്കിലും ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ലി ആണോ ഇവിടുത്തെ ആളുകളൊക്കെ? അല്ല, നോർമലി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിപ്പം ഒരു പുതിയൊരു കൺട്രി പോകുമ്പോഴല്ല, നമ്മളിപ്പം ഇന്ത്യയിൽ തന്നെ വേറൊരു സ്റ്റേറ്റിൽ പോകുമ്പോൾ നമുക്ക് വേറൊരു ആൾക്കാരുമായിട്ട് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ നമ്മളൊരു വേറൊരു കൺട്രി പോകുമ്പോൾ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ബേസിക് ലാംഗ്വേജിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് വലിയ ഫ്ലുവൻസിയിലൊന്നും വേണമെന്നില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അവർ മനസ്സിലാക്കിക്കോളും. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവണമെന്ന് ചോദിച്ചാൽ അത് അറിയാലോ, ബ്രിട്ടീഷ് സ്ലാങ് വേറെ, US സ്ലാങ് വേറെ. അപ്പോൾ നമുക്ക് അവർ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ പാടെന്ന് പറയാം, അവർ തിരിച്ചൊന്നുകൂടെ പറയും, നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയും മനസ്സിലായില്ലെങ്കിൽ അവരടുത്തൊന്ന് പതുക്കെ സംസാരിക്കുമെന്ന് നല്ല പൊളൈറ്റ് വേയിൽ ചോദിക്കുക, അവർ പതുക്കെ സംസാരിക്കാൻ പറയും, നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇംഗ്ലീഷിനേക്കാളും ഇവിടുത്തെ ആളുകളുടെ ഇംഗ്ലീഷ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് കാണും, പക്ഷെ അത് ഓക്കെ ആക്കാം. അതിവിടെ വന്ന് ശരിയാവുന്നുള്ളേ ഉള്ളൂ. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും അത് സംസാരിച്ച് നമുക്ക് എല്ലാം ശരിയാക്കാൻ പറ്റും. അല്ലാണ്ട് പെട്ടെന്ന് വരുമ്പോൾ നമുക്കത് ഓക്കെ ആവണമെന്നില്ല. മനസ്സിലാവും. സാലറി പാക്കേജ് ഒക്കെ നമുക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം? കാരണം നമ്മളിപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ ക്യാഷ് ചിലവാക്കിയായിരിക്കും സ്റ്റുഡൻസ് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ യൂത്ത് മൊബിലിറ്റി വിസയൊക്കെ നമുക്ക് അത്ര ചിലവില്ല. എങ്കിൽ കൂടി നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ജോലി നിർത്തിയിട്ട് വരുമ്പോൾ ഇവിടെ വരുന്നതിന് ഒരു വർത്താണോ? നമുക്ക് അത്രയും സാലറി എക്സ്പെക്റ്റ് ചെയ്യാമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്കൊരു 4 to 5 years എക്സ്പീരിയൻസ്, 5+ years എക്സ്പീരിയൻസ് ഉണ്ട് IT ഫീൽഡിൽ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു ടെക്നിക്കൽ ഫീൽഡിലുള്ള ഒരാൾക്ക് ഒരു 40+, 45+ ആ രീതിയിലുള്ളൊരു സാലറി ആനുവലി കിട്ടും. നല്ല കമ്പനീസും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കമ്പനീസും ഡിപ്പെൻഡ് ചെയ്യും, മാത്രമല്ല പ്ലേസ് വെച്ചും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ലണ്ടനിലാണ് ഇന്ന് ഈ എക്സ്പീരിയൻസിലുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിൽ 40-45 ഒന്നും അല്ല, അതിന്റെ മേലെ തന്നെ കിട്ടും. ഒരു 80+ പൗണ്ട്സ് ഒക്കെ കിട്ടും. കാരണം അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ് ലണ്ടനിൽ. അല്ല, ഇവിടെ ഇപ്പോൾ NHS വർക്ക് ചെയ്യുന്ന ചിലവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പോൾ 5-6 years പ്ലസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും 30-25,000 ഒക്കെ സാലറിയെ പോലും കിട്ടുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഒരു ആവറേജ് സാലറി 40 to 45+ പൗണ്ട്സ്, അത്രയും. 40 to 45 പൗണ്ട്സ് അല്ല, 40,000 to 45,000 പൗണ്ട്സ് ആനുവലി കിട്ടും. അപ്പോൾ പിന്നെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ അവർലി റേറ്റും കോൺട്രാക്ട് റേറ്റിൽ കോൺട്രാക്ട് റേറ്റ് ആണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ അതിപ്പം അവർ ഓരോ പെർ അവർ ആയിരിക്കും അവർ പേ ചെയ്യുന്നത്. അപ്പോൾ അതൊരു 1 year കോൺട്രാക്ട് വല്ലതും ആയിരിക്കും. അതും നല്ലതാണ്, ഇതും നല്ലതാണ്, എല്ലാം നല്ലത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാലറി കിട്ടുമ്പോൾ ഇപ്പം നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നമുക്ക് നാട്ടിലും ടെക്നിക്കൽ ഫീൽഡിൽ അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ വന്ന് ഇത്രയും എക്സ്പെൻസ്, ഇപ്പോൾ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. അപ്പം വർത്താണോ ഈ ഒരു സാലറി വാങ്ങിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്? നല്ല രീതിയിൽ വർത്താണ്. കാരണം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ത്യൻ മണീൻ്റെ വാല്യൂവും പിന്നെ UK പൗണ്ട്സിൻ്റെ വാല്യൂവും കൂടെ നോക്കുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് അതുപോലെ ഉണ്ട്, പക്ഷെ ഒരു നമ്മളിവിടെ ചിലവാക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു ഭാഗം നമുക്കിവിടെ സേവ് ചെയ്യാൻ തന്നെ പറ്റും. അപ്പം നാട്ടിൽ
സേവ് ചെയ്യാം, ഇവിടെയും സേവ് ചെയ്യാം. പക്ഷെ ഇവിടെ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. ഫൈനലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, ഇങ്ങോട്ടിനി വരുന്നവർക്ക് അല്ലെങ്കിൽ ഇവിടെ ജോലി തേടുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? എൻ്റെ ഇത്രയും മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഒരു റിസ്ക് എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് അവസാനം അതെങ്ങനെയും നമ്മൾ അത് നടത്തിയിരിക്കും, മനസ്സിലായോ? അപ്പം സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും ഇവിടെ വരുമ്പോൾ. ചിലപ്പോൾ ജോലി കിട്ടാണ്ട് ആ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ് അണ്ടിൽ യു ഗെറ്റ് വൺ, അതേ പറയാവുള്ളൂ. അത്ര ഈസി അല്ല ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത്, ഇപ്പോഴത്തെ പുതിയ റൂൾസ് ഒക്കെ അനുസരിച്ചാണെങ്കിലും. ഈസി അല്ല. ഹാർഡ് വർക്ക് ചെയ്യുക. പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ആ ടിപ്സും ആ ടൂൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടാണ്ടൊന്നും പോകത്തില്ല. കാരണം ഇത്രയും റിസ്ക് എടുത്ത് വന്നത് നിങ്ങളെ ഇവിടെ എത്തിച്ചത് ഒരു വിധിയായിരിക്കുമല്ലോ. ആ വിധി ഇവിടെ എത്തിച്ചതിനൊരു റീസൺ കാണുമല്ലോ, മനസ്സിലായോ? അപ്പോൾ ആ റീസൺ എന്താണെന്ന് നിങ്ങൾ തേടി കണ്ടുപിടിക്കണം. നിങ്ങളിവിടെ വന്ന എന്തിനാണോ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് കിട്ടാണ്ട് പോവില്ല, കിട്ടി തന്നെ ആവും. ഇനി എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് എല്ലാവരും ഓരോ രാജ്യത്തേക്ക് നമ്മളിങ്ങനെ പോകുന്നു, സ്റ്റുഡൻ്റായിട്ട് പോകുന്നു. അപ്പം നിങ്ങൾ ആ കൺട്രിയിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫീൽഡിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിലായോ? ഇപ്പം ഞാൻ അവിടെ നിന്ന് എനിക്ക് എൻ്റെ വിസ യൂത്ത് മൊബിലിറ്റി വിസ ആയിരുന്നല്ലോ, ഞാൻ പറഞ്ഞ പോലെ. അപ്പം ആ വിസ കിട്ടി ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ വന്ന് ഇവിടെ ഒരു മിനി ഇന്ത്യ ആയെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ ഒരു ടെക്നിക്കൽ ഫീൽഡും കൂടെ ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്താൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു, മനസ്സിലായോ? ഞാൻ നല്ലപോലെ എക്സ്പ്ലോറും ചെയ്തു എന്താണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, നാട്ടിൽ ഇരുന്ന് ഇവിടെ വന്ന ചാൻസസ് ഉണ്ടോ എന്ന്. എനിക്ക് മനസ്സിലായത് വെച്ച് ചാൻസസ് ഉണ്ടെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നമ്മുടെ രീതിയിൽ കുറച്ചൊരു ഹാർഡ് വർക്ക് കിട്ടാൻ നമുക്ക് കിട്ടുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ജോലി കിട്ടുമോ ഇല്ല എന്നുള്ള ഒരു ഉറപ്പും ഇല്ല. ഞാൻ ഇവിടെ വന്നു, ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളിവിടെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരുടെ മോട്ടിവേഷനും പിന്നെ അവരുടെ സഹായമൊക്കെ കൊണ്ട് നമ്മൾ ഇപ്പോൾ ജോലി കിട്ടി ഇങ്ങനെ നിൽക്കുന്നു. ഒരിക്കലും ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നിർത്തല്ല, മനസ്സിലായോ? കാരണം എൻ്റെ കൂട്ടുകാർ പലരും ഇപ്പോഴും എൻ്റെ ഈ സെയിം വിഷയം വന്നവർ ഇപ്പോഴും ജോലി തപ്പിക്കൊണ്ടിരിക്കുക. നമ്മളെപ്പോഴാണ് തോൽവി സമ്മതിക്കുന്നത്? നമ്മളിത് ഇനി പറ്റത്തില്ല, നമ്മളെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് നമുക്ക് തോന്നി എല്ലാം നിർത്തി നമ്മൾ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളവിടെ നമ്മുടെ തോൽവി സമ്മതിച്ച് കഴിഞ്ഞു, മനസ്സിലായോ? അത് ചെയ്യല്ല, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അവസാനം നിങ്ങൾക്ക് ആ ജോലി കിട്ടും. സോ കീപ് ട്രൈയിങ് അണ്ടിൽ യു സക്സീഡ്, അത്രേ എനിക്ക് പറയാവുള്ളൂ. ഇങ്ങോട്ട് വരാനുള്ളവർക്ക് എന്ത് ഡൗട്ട് വേണേലും ചോദിക്കാം നമ്മളുടെ അടുത്ത്. മൈസെൽഫ് അശ്വനി മലയാളി ടോക്സ്, ആ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. പേര് മാറ്റിയായിരുന്നു, സോറി, അതറിഞ്ഞില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെയിം വീഡിയോൻ്റെ അടി കമൻറ്റ് ഇടുക. നമ്മൾ അതിനെപ്പറ്റി ഒരു പുതിയൊരു വീഡിയോ പറയണം തോന്നുകയാണെങ്കിൽ പറയാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ടാഗ് ചെയ്യുന്നതായിരിക്കും, പേഴ്സണലായിട്ടും പിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.